ശ്രീ സി കെ ഷാക്കിർ, ഇത്തവണ നേരത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ UDF കഴിഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിലും ചിലയിടങ്ങളിൽ പതിവ് പോലെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പതുക്കെ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോഴും മൂന്നാം ഊഴം എന്ന കാര്യം LDF ഉച്ചത്തിൽ പറയുന്നുണ്ട്. അതിലേക്കുള്ള ആത്മവിശ്വാസത്തിൻ്റെ അടുത്ത പടിയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ LDF ജയിക്കേണ്ടത്. പക്ഷേ എല്ലാ തവണയും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ വളരെ കുറച്ച് സമയം ഒഴിച്ചാൽ LDF വിജയം കാണാറുള്ളതാണ്. പൊതുവെ അങ്ങനെ പറയാറുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വിജയം വരിക എന്ന് കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ. ഇത്തവണ എന്താണ് UDF പ്രതീക്ഷ? തിരിച്ചു വരാനുള്ള കെൽപ്പ് സംസ്ഥാന ഭരണത്തിലേക്ക് അത് തെളിയിക്കേണ്ട ഒരു അവസരമാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ ഈ ഡിസംബർ 13-ാം തീയതി കേരളീയ ജനതയ്ക്ക് ബോധ്യമാകും. പിണറായി വിജയൻ്റെ ദുർഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്നത്. അത് നിങ്ങൾ പറഞ്ഞതുപോലെ മോഡൽ പരീക്ഷ തന്നെയാണ്. നമ്മുടെ UDF ചെയർമാൻ ശ്രീ VD സതീശൻ ഇന്ന് അക്കാര്യം പരസ്യമായി തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വിടുകയാണ്. നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. നിലവിൽ 941 ത്രിതല ഗ്രാമപഞ്ചായത്ത് സംവിധാനങ്ങളിൽ 549 ഭരിക്കുന്നത് LDF ആണ്. അത് ഏകദേശം 60% വരും. നിങ്ങളിത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഡിസംബർ 13-ാം തീയതി നമുക്ക് സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ ഈ 60%-ഓളം ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ കൈവശം വെച്ചിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ ചുരുങ്ങിയ പഞ്ചായത്തുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. വലിയ ഭൂരിപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുന്നേറും. അത് ഒരു സെമിഫൈനൽ അമിതമായ ആത്മവിശ്വാസമല്ലേ ഏകപക്ഷീയമായ വിജയം UDF ഉണ്ടാകും? അല്ല. എന്തുകൊണ്ട് ഈ അമിതമായ ആത്മവിശ്വാസത്തിന് കാരണം ഇപ്പൊ ഞങ്ങളുടെ മലബാറിലൊക്കെ CPM വേണ്ടി സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പോലും ആളെ കിട്ടാത്ത ദയനീയ സാഹചര്യമുണ്ട്. അതായത് വോട്ട് പാറ്റേൺ കൊണ്ട്, പാനൽ വോട്ടുകൾ കൊണ്ട് CPM ഭൂരിപക്ഷമുള്ള വാർഡുകളിൽ പോലും സ്വതന്ത്രരെ കണ്ടെത്താൻ ഓടുകയാണ്. സംഭവിക്കാത്തതാണല്ലോ. CPM അങ്ങനെ സ്ഥാനാർത്ഥികളെ കിട്ടാൻ പ്രയാസമെന്നല്ല, മത്സരിക്കാൻ ആളുകൾ കൂടുതലല്ലേ വരുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്പെസിഫിക് ചെയ്ത് പറഞ്ഞു. ഇത് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ അവസ്ഥ പറയാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഭരണത്തിൽ ഇത് സ്വാഭാവികമായും ജനങ്ങൾ അത്രമാത്രം പൊറുതിമുട്ടിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം. ഒരു മേഖലയിലും സാധാരണക്കാരായ ആളുകൾക്ക് ആശുപത്രിയിൽ പോകാൻ വയ്യ. അഥവാ ഒരു സർജറി ഉണ്ടെങ്കിൽ പഞ്ഞി ഉൾപ്പെടെ കൊണ്ടുപോകേണ്ട ദയനീയമായ സാഹചര്യം. സപ്ലൈകോയിലോ അല്ലെങ്കിൽ റേഷൻ പീടികയിലോ സാധനങ്ങളെ ലഭ്യമല്ലാത്ത സംഗതി. വിലക്കയറ്റം രൂക്ഷമാണ്. ഇപ്പം തന്നെ നമുക്കറിയാം 27,000 കോടി രൂപ കഴിഞ്ഞ ദിവസം കേരള ഗവൺമെൻറ് വായ്പ എടുത്തിരിക്കുകയാണ്. അങ്ങനെ നിരന്തരമായി വായ്പ എടുക്കുന്നു. എന്നാൽ ആ 27,000 കോടി രൂപ വായ്പ എടുത്തതിൽ 8,000 കോടി പോലും ഇവിടെ വികസനത്തിന് വേണ്ടി മറ്റു സംഗതി ചെലവഴിക്കാത്തൊരു സാഹചര്യം. ഇത് എങ്ങോട്ടാണ് ഈ പണം പോകുന്നത്? കേരളത്തിൽ ശരിയായ ഒരു ഭരണമില്ല. ഇതൊരു മാഫിയ ഭരണമാണ്. ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ RSS ചില കേസുകളുടെ പേര് വരുതിയിലാക്കി സംഘീയവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ശിവൻകുട്ടി പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, PM ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ താൽക്കാലികമായി വാക്കാൽ പറഞ്ഞു എന്നാണ്. എന്താണ് ഇവർ പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മലയാളികൾ നമ്മൾ പ്രബുദ്ധരാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. ശരി, അതായത് ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. അതാണ് ശ്രീ സി കെ ഷാക്കിർ പറയുന്നത്. അത് ശരിയുമാണ്. ഭരണവിരുദ്ധ വികാരം എന്തായാലും ഇത്രയും വർഷം 9 വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമൊന്നുമല്ല. അതുണ്ടാകാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. പക്ഷേ അതിനെ മറികടക്കാൻ LDF കഴിയുമോ? ശ്രീ റെജി ലൂക്കോസ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട്